എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ആമസോണിൽ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പ്രോപ്പർലി അത് സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ആമസോണിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം, ആ കണ്ടുപിടിച്ച പ്രൊഡക്റ്റ് എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ വൺസ് ഇതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ ബിഗ് ചലഞ്ച് എന്ന് പറയുന്നത് സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ആസ് എ ബിഗിനർ, ഇപ്പോൾ നിങ്ങളൊരു പുതിയതായിട്ടാണ് ആമസോണിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ സെയിൽസ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ 10ാമത്തെ 20ാമത്തെ പേജിലൊക്കെ ആയിരിക്കും ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോമ്പറ്റീഷൻ നിങ്ങൾ ലിസ്റ്റായി വരുന്നത്, അതായത് ഇൻഡെക്സായി വരുന്നത് ആ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അത് ഫസ്റ്റ് പേജിലെത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടത്തുള്ളൂ. കാര്യം ഈവൻ നമ്മളായാൽ പോലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സെർച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ സെക്കൻഡ് പേജ് അതിനപ്പുറത്ത് നമ്മൾ പോകാറേ ഇല്ല അല്ലേ. ആദ്യത്തെ പേജിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൂടുതലും പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് പേജിൽ എത്തിക്കാൻ പറ്റുന്നത്, ആ ഫസ്റ്റ് പേജിൽ എത്തിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അത് നമ്മൾ ക്യാമ്പയിന് വഴി നമുക്ക് എങ്ങനെ എത്തിക്കാം എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സമയം കളയാണ്ട് ക്യാമ്പയിൻ എങ്ങനെയാണ് ലോഞ്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ആമസോണിൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക, അതായത് നിങ്ങളുടെ സെല്ലർ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. അതിനുശേഷം അഡ്വർടൈസിംഗ് എന്നൊരു ഓപ്ഷനിൽ ക്യാമ്പയിൻ മാനേജറിൽ ക്ലിക്ക് ചെയ്യുക. വൺസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 lakhന് മുകളിൽ രൂപ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ. ഓൾമോസ്റ്റ് 55 ലക്ഷം ഇംപ്രഷൻ വന്നിട്ടുണ്ട്. ക്ലിക്ക് നോക്കുകയാണെങ്കിൽ 25,000 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് ഒരു ക്ലിക്കിന് വെറും 4 രൂപ 50 പൈസ അടുപ്പിച്ച് മാത്രമേ പോയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ചീപ്പായിട്ടാണ് ക്ലിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലാണ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്നത് ക്യാമ്പയിൻസൊക്കെ. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് നിങ്ങൾക്ക് ബെറ്ററായിട്ട് ക്യാമ്പയിൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വൺസ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു പേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 3 ഓപ്ഷനായിട്ട് കാണാനായിട്ട് സാധിക്കും: സ്പോൺസർ പ്രൊഡക്ട്സ്, സ്പോൺസർ ബ്രാൻഡ്, സ്പോൺസർ ഡിസ്പ്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് മാർക്കുണ്ട്, നിങ്ങൾക്ക് ആമസോണിൽ ബ്രാൻഡ് രജിസ്ട്രി അപ്രൂവ് ആയി എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പോൺസർഡ് ബ്രാൻഡും സ്പോൺസർഡ് ഡിസ്പ്ലേ ക്യാമ്പയിൻസും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സ്പോൺസർ പ്രൊഡക്റ്റ് ക്യാമ്പയിൻ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ആമസോണിൽ വന്നിട്ട് ഇപ്പോൾ വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഫസ്റ്റ് കാണുന്ന ഈ ബാനർ ഇമേജ് ഇല്ലേ, ദിനേഷ് കാർത്തികിനെ വെച്ചിട്ട് ബോൾ ഫിറ്റിൻ്റെ, ഇത് ആക്ച്വലി ഒരു സ്പോൺസർഡ് ഡിസ്പ്ലേ ക്യാമ്പയിൻ പോലത്തെ ഒരു ക്യാമ്പയിനാണിത്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ട്രേഡ് മാർക്കൊക്കെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് സ്പോൺസർഡാണ്, ഇതും PPC ആണ്, അതായത് അഡ്വർടൈസ്മെൻറ്റ് വഴി ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി സെർച്ച് ക്യാമ്പയിൻസ് ആണ്. പ്രോഡക്റ്റ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്പോൺസർഡ് പ്രൊഡക്ട്സിൽ വരുന്ന ക്യാമ്പയിനാണ് ഇതൊക്കെ. ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് നമുക്ക് ട്രേഡ് മാർക്കിൻ്റെയോ അല്ലെങ്കിൽ ലൈക്ക് ബ്രാൻഡ് രജിസ്ട്രിയുടെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാനർ ആഡ് നമുക്ക് വീണ്ടും ഇവിടെ കാണാനായിട്ട് പറ്റും. വീണ്ടും ബോട്ടമിലോട്ട് പോവുകയാണെങ്കിൽ ഫൂട്ടറിൽ നമുക്ക് വീണ്ടും ഇവിടെ ബാനർ ആഡ് കാണാനായിട്ട് പറ്റും. വീണ്ടും ബാനർ ആഡ്. ഇതൊക്കെ വെച്ച് ഇങ്ങനെ ബാനർ ആഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് മാർക്ക് മസ്റ്റായിട്ട് വേണം. അല്ല നിങ്ങൾക്ക് ഇതുപോലത്തുള്ള സ്പോൺസേർഡ് ആഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ട്രേഡ് മാർക്കിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, നമുക്ക് അല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ട്രേഡ് മാർക്കൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യാം. നിങ്ങളൊരു പുതിയ സെല്ലറാണെങ്കിൽ നമുക്ക് മാക്സിമം സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക, സ്പോൺസർ പ്രൊഡക്ട്സിൽ. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തുള്ളൊരു പേജ് നമുക്ക് ലോഡായിട്ട് വരും. ഇവിടെ നമ്മൾ ആഡ് ഗ്രൂപ്പ് നെയിം എന്നുള്ളവരടുത്ത് നമ്മുടെ ക്യാമ്പയിൻ്റെ നെയിം കൊടുക്കുക. ഇപ്പോൾ ഞാൻ സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക് ആണ്. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ക്യാമ്പയിൻ ഓട്ടോ ക്യാമ്പയിനാണ്. ഇന്നത്തെ ഡേറ്റ് ഞാൻ ഇവിടെ കൊടുത്തു. അതിനുശേഷം താഴോട്ട് പോകുന്ന നേരത്ത് ഇവിടെ കുറേ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം നമ്മുടെ ഇവിടെ ലിസ്റ്റായിട്ട് വരും. ഇപ്പോൾ ഞാനിവിടെ ഒരു പ്രോഡക്റ്റിൽ എന്താ ഇവിടെ ക്ലിക്ക് ചെയ്തു, ആഡ് കൊടുത്തു. പ്രോഡക്റ്റ് ഈ സൈഡിൽ വന്നു, അതായത് അത് സെലക്ട് ആയെന്നാണ് അർത്ഥം. ആ ഒരു പ്രോഡക്റ്റിലാണ് ഞാൻ ക്യാമ്പയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം വരുന്നത് ടാർഗറ്റിംഗ് ആണ്. ടാർഗറ്റിങ്ങിന് 2 ടാർഗറ്റിംഗ് ആണ് വരുന്നത്. ഒന്ന് ഓട്ടോമാറ്റിക് ടാർഗറ്റിങ്ങും വേറൊന്ന് മാനുവൽ ടാർഗറ്റിങ്ങും. ഞാൻ ഓട്ടോമാറ്റിക് ടാർഗറ്റിംഗ് ആണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. മാനുവൽ ടാർഗറ്റിംഗ് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മാനുവൽ ടാർഗറ്റിംഗ് വേണോ അതിന് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ടാർഗറ്റിംഗ് ആണ് വരുന്നത്. ഇവിടെ ബിഡ് വരും. ഇവിടെ ഒരു ക്ലിക്കിന് നമുക്ക് 17 രൂപയാണ് ആമസോൺ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 13 രൂപ മുതൽ 22 രൂപ. അതാണ് ഈ ഒരു റേഞ്ചിനകത്ത് ഇട്ടാലാണ് കൂടുതൽ ക്ലിക്ക് കിട്ടാൻ ചാൻസ്. അതിന് താഴോട്ട് ബുക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് കിട്ടാനുള്ള ചാൻസ്, ഇംപ്രഷൻ കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അത് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക. പക്ഷേ നമ്മൾ ഇന്ന് അതല്ല ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് ബിഡ് ബൈ ടാർഗറ്റിംഗ് ഗ്രൂപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 4 ഓപ്ഷനുണ്ട്. ഒന്ന് ക്ലോസ് മാച്ച്, ലൂസ് മാച്ച്, സബ്സ്റ്റിറ്റ്യൂട്ട്സ്, കോംപ്ലിമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ക്ലോസ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അത് ആമസോണിലോട്ട് പോയി ഞാനിപ്പോൾ സെർച്ച് ചെയ്യുന്നത് വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക്കാണ്. ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റ് വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു ആൾ വന്നിട്ട് ഗൂഗിളിലേക്ക് ആമസോണിൽ വന്നിട്ട് സെർച്ച് ചെയ്യുകയാണ് വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക്. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റാണെന്ന് വെച്ചോ, ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരാളിങ്ങനെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഭാഗത്ത് എൻ്റെ ഒരു പ്രൊഡക്റ്റും ഇങ്ങനെ ലിസ്റ്റായിട്ട് വരും. ഓക്കെ, അപ്പം ഇത് റെലവൻ്റ് ആണ്. അതായത് ഞാൻ വിൽക്കുന്നത് പ്ലാസ്റ്റിക്കാണ്, പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് വന്നത്. അങ്ങനെയുള്ള ക്യാമ്പയിൻസിനെയാണ് നമ്മൾ ക്ലോസ് മാച്ച് എന്ന് പറയുന്നത്. അതായത് ഞാൻ എന്ത് പ്രൊഡക്റ്റാണോ വിൽക്കുന്നത് ആ കാറ്റഗറിയിൽ തന്നെയാണ് എൻ്റെ ആഡ് വരുന്നത്. അപ്പം അത് മീൻസ് അത് റെലവൻ്റ് ആയിട്ടുള്ള ആഡാണ്. അതുകൊണ്ട് അത് നമ്മൾ ക്ലോസ് മാച്ച് എന്ന്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലൂസ് മാച്ചാണ്. ലൂസ് മാച്ച് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വിൽക്കുന്നത് ഒരു സ്റ്റീൽ പ്രൊഡക്റ്റാണ്. വാട്ടർ ബോട്ടിലിൻ്റെ സ്റ്റീലാണ് ഞാൻ വിൽക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ആമസോണിൽ സെർച്ച് ചെയ്യുകയാണ്, വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക് എന്ന് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടത് പ്ലാസ്റ്റിക്കാണ്. പക്ഷേ നമ്മളിവിടെ താഴോട്ട് പോവുകയാണെങ്കിൽ ഇത് ഇവിടെ സ്റ്റീലിൻ്റെ ഇത് വരുന്നുണ്ട്. ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റ് സ്റ്റീലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ലൂസ് മാച്ച് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെയുള്ള സെർച്ച് ടേമിലൊക്കെ എൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ വീണ്ടും സിൽവർ സ്റ്റീൽ പ്രൊഡക്റ്റാണ് വന്നത്. കണ്ടോ, ഇതിനെയാണ് ആക്ച്വലി നമ്മൾ ലൂസ് മാച്ച് എന്ന് പറയുന്നത്. അതായത് ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റ് സ്റ്റീലാണ്, പക്ഷേ ഇപ്പോൾ പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും ടേം വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് അവിടെ ലിസ്റ്റ് ചെയ്യാനുള്ള, അവിടെ വരാനുള്ള ചാൻസും കൂടുതലാണ്. ആ ഒരു സെർച്ചിൽ എൻ്റെ ലിസ്റ്റിങ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അതിനാണ് ലൂസ് മാച്ച് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇത്രയും നേരം നോക്കിയത് സെർച്ച് ടേമിലാണ്. അത് സെർച്ച് പേജിൽ വരുന്ന ക്യാമ്പയിൻസാണ്. അതായത് സെർച്ച് പേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു പേജാണ്, നമ്മളൊരു സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പേജാണ്. അവിടെ വരുന്ന റിസൾട്ടാണ് നമ്മളിപ്പോൾ കണ്ടതല്ലേ. ഈ ഓരോ റിസൾട്ടും അതിനകത്ത് വരുന്ന റിസൾട്ട്സാണ്, സെർച്ച് പേജിനകത്ത് വരുന്നതാണ്. ഇനി നമ്മൾ പ്രൊഡക്റ്റിനകത്തുള്ള എന്തൊക്കെയാണെന്ന് പറ്റുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പ്രൊഡക്റ്റിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതെൻ്റെ ഒരു കോമ്പറ്റീറ്ററാണ്. സെല്ലോ എൻ്റെ ഒരു കോമ്പറ്റീറ്ററാണ്. ഞാൻ വാട്ടർ ബോട്ടിലാണ് വിൽക്കുന്നത്, പ്ലാസ്റ്റിക്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിനല്ല ടാർഗറ്റ് ചെയ്തിരുന്നത്, അതായത് സെർച്ച് പേജിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് അല്ലേ. ഇവിടെ വരുന്ന കേസിൽ സ്റ്റോറി ഫുള്ള് മാറും. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ കോമ്പറ്റീറ്ററിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് കോമ്പറ്റീറ്റേഴ്സിനെയാണ് നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റാണ് ഞാൻ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കീഴിൽ ഞാൻ ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റ് ഇവിടെ ഇങ്ങനെ താഴെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ബ്രോഡാവും. ഇത് ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി അത് എന്താ പറയുക, അത് സ്പെസിഫിക്കാണ്, വാട്ടർ ബോട്ടിൽ തന്നെയാണ്. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫ്ലാസ്കിൻ്റെ ആണ് വരുന്നത് അല്ലേ. ഇതൊരു ഫ്ലാസ്ക്കാണ്. അപ്പം വാട്ടർ ബോട്ടിലും ഫ്ലാസ്കും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ബന്ധമില്ലാത്ത പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം എന്താ പറയുക, ഇതൊരു വാട്ടർ ബോട്ടിലാണ്, പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ബോട്ടിലാണ്. അത് സെർച്ച് ചെയ്യുന്ന ഒരാൾ ഇത് മേടിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ആഡിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഫ്രീക്വൻ്റ്ലി ബോട്ട് ടുഗദർ അങ്ങനെയൊക്കെ വരുന്ന പ്രൊഡക്റ്റിലാണ്, അങ്ങനെയൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് ആക്ച്വലി മേടിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു ബണ്ടിലായിട്ടാണ് മേടിക്കുന്നത്. ഇപ്പോൾ അവർക്ക് എന്താ പറയേണ്ടത്, അവർക്ക് വാട്ടർ ബോട്ടിൽ വേണം, ഫ്ലാസ്ക് വേണം, ഇപ്പോൾ ലഞ്ച് ബോക്സ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെ വരുന്ന കേസിൽ നമുക്കിപ്പം ഇത് മേടിക്കുന്ന ആൾക്ക് ഇതും മേടിക്കാം. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു ആഡ് വരുന്നത്. പക്ഷേ ആക്ച്വലി ഇതിൽ എന്തുമാത്രം കൺവേർഷൻ വരും എന്നുള്ളത് ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്. കൺവേർഷനുള്ള റേറ്റ് വളരെ കുറവായിരിക്കും. ബേസിക്കലി ഇപ്പോൾ നിങ്ങൾക്ക് നല്ല നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന ക്ലോസ് മാച്ചും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. ലൂസ് മാച്ചും കോംപ്ലിമെൻറ്റ്സും കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ഒരു ഓഡിയൻസിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ കൺവേർഷനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും പൊതുവേ. ബട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാം ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ
ഞാനിപ്പോൾ മേ ബി എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ക്ലോസ് മാച്ച് മാത്രം മതിയെങ്കിൽ എനിക്ക് ലൂസ് മാച്ചും സബ്സ്റ്റിറ്റ്യൂട്ട്സും കോംപ്ലിമെൻറ്റ്സും ഓഫ് ചെയ്തിട്ട് എനിക്ക് ലോഞ്ച് ചെയ്യാം. അല്ല എനിക്കിപ്പോൾ ക്ലോസ് മാച്ചും സബ്സ്റ്റിറ്റ്യൂട്ട്സും മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ടും ഓണാക്കാം. അല്ല എനിക്കിപ്പോൾ പ്രൊഡക്റ്റിനെ ടാർഗറ്റ് ചെയ്യേണ്ട, സെർച്ച് പേജ് മാത്രം ടാർഗറ്റ് ചെയ്താൽ മതിയെങ്കിൽ ക്ലോസ് മാച്ച് ലൂസ് മാച്ച് നമുക്ക് ടാർഗറ്റ്. അപ്പം നിങ്ങൾക്കിപ്പോൾ എന്താണോ വേണ്ടത് അതനുസരിച്ച് അത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം. ഞാനാണെങ്കിൽ ഞാൻ എല്ലാം ഓണാക്കിയിട്ട് ഒരു 2 വീക്സ് ഞാൻ നോക്കും ഇതിൻ്റെ പെർഫോമൻസ്. ഇവിടെ നെഗറ്റീവ് കീവേഡ് ടാർഗറ്റിംഗ് അതിന് നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ടാർഗറ്റിംഗ് ഇതിൻ്റെ നമുക്ക് ആവശ്യമില്ല. തുടക്കത്തിൽ നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ വരുന്നത് ക്യാമ്പയിൻ ബിൽഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇവിടെ നമുക്കൊരു ക്യാമ്പയിൻ 2 രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് 3 രീതിയിൽ പറ്റും. ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ, വേറൊന്ന് ഡൗൺ ഓൺലി, വേറൊന്ന് ഫിക്സ് ബിഡ്സ്. ഓക്കെ, നമുക്ക് ആദ്യം അപ്പ് ആൻഡ് ഡൗൺ നോക്കാം. അപ്പ് ആൻഡ് ബിഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 5 രൂപയാണ് ഒരു ബിഡിന് സ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഒരു കസ്റ്റമർ എൻ്റെ ഒരു പ്രൊഡക്റ്റ് എൻ്റെ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ സ്പോൺസേർഡ് ആണെങ്കിൽ അതിന് വെറും 5 രൂപ പോകാവും. ഒരു ക്ലിക്കിന് 5 രൂപ. അതാണ് ഞാൻ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റ്. ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ പറയുകയാണെങ്കിൽ മേ ബി അത് 6 രൂപയാവും, മേ ബി അത് 7 രൂപയാവും, ചിലപ്പോൾ അത് 3 രൂപയാവും, ചിലപ്പോൾ അത് 2 രൂപയാവും. അങ്ങനെ താഴോട്ടും മുകളിലോട്ടും പോകാനുള്ള ഫ്ലെക്സിബിലിറ്റി നമ്മൾ ആമസോണിന് കൊടുക്കുകയാണ്. ആമസോണിനോട് നമ്മൾ പറയുകയാണ്, ഓക്കെ നമ്മൾ 5 രൂപയാണ് നമ്മുടെ ബിഡ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കയറ്റാം അല്ലെങ്കിൽ താഴോട്ട് കൊണ്ടുപോകാം. അത് ആമസോണിൻ്റെ ആണ് നമ്മൾ ആ ഒരു പവർ കൊടുക്കുന്നത്. നമുക്ക് ആ ഒരു പവറില്ല, ആമസോണിന് നമ്മൾ പവർ കൊടുക്കുന്നത്. അതിന് എനിക്ക് തോന്നുന്നു 100% വരെ പറ്റത്തുള്ളൂ. അതായത് 100% എന്ന് പറയുമ്പോൾ 5ൻ്റെ 100% എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 10 രൂപ വരെ പോകത്തുള്ളൂ. മാക്സിമം ക്യാപ്പ് 10 രൂപ വരെ പോകത്തുള്ളൂ. അതാണ് ആ ഒരു സ്ട്രാറ്റജിയുടെ ഒരു ഇത്. പക്ഷേ നമ്മളത് പൊതുവിൽ യൂസ് ചെയ്യാറില്ല. ഞാൻ പൊതുവിൽ കൊടുക്കുന്നത് ഡൈനാമിക് ബിഡ് ഡൗൺ ഉള്ളി എന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ 5 രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ 5 രൂപയാണ് കൊടുക്കുന്നെങ്കിൽ 5 രൂപയുടെ താഴെ മാത്രമേ ആമസോൺ നിങ്ങൾക്ക് ഒരു ക്ലിക്കിന് ചാർജ് ചെയ്യത്തുള്ളൂ. അതിന് മുകളിൽ ചാർജ് ചെയ്യില്ല. ഫിക്സ് ബിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ 5 രൂപയാണ് കൊടുക്കുന്നത്. ഓക്കെ, എനിക്ക് 5 രൂപയിൽ 1 പൈസ പോലും കൂടുതൽ കൊടുക്കാൻ ആമസോണിന് പറ്റില്ല. അതാണ് കമ്പൽസറി ആണ്. ഓക്കെ, എനിക്ക് 5 രൂപ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ബിഡ്സ് കൊടുക്കാം. പൊതുവിൽ എല്ലാവരും കൊടുക്കുന്നത് ഡൗൺ ഓൺലിയാണ്. ഞാനും അത് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് ഇൻക്രീസ് ബിഡ് ഫോർ സ്പെസിഫിക് ആമസോൺ പ്ലേസ്മെൻറ്റ്സ് ആണ്. ടോപ്പ് ഓഫ് ദ സെർച്ച് പിന്നെന്താണ് പ്രൊഡക്റ്റ് പേജ്. ഓക്കെ, നമുക്കിത് സ്കിപ്പ് ചെയ്യാം. ഇത് നമുക്ക് വേറൊരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നമുക്കിവിടെ വരുന്നത് ഇവിടെ വീണ്ടും നമ്മുടെ ക്യാമ്പയിൻ നെയിം കൊടുക്കാം. ഞാൻ നേരത്തെ കൊടുത്ത ക്യാമ്പയിൻ തന്നെ കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റും കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ആമസോൺ തരുന്നുണ്ട്. ഞാനിപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഡെയിലി ബഡ്ജറ്റ് 100 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്ര നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാമ്പയിൻ നമുക്ക് ലോഞ്ച് ചെയ്യാം. അപ്പോൾ ലോഞ്ചിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമ്പയിൻ ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. നമ്മളിവിടെ എന്തൊക്കെ ആണോ കൊടുത്തിട്ടുള്ളത് അതൊക്കെ വെച്ചിട്ട് ഇവിടെ ക്യാമ്പയിൻ ലോഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമ്പയിൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാം. അപ്പോൾ എഡിറ്റ് ക്യാമ്പയിനിൽ കൊടുക്കുക. പിന്നെ നമ്മൾ ആഡ് ഗ്രൂപ്പിലോട്ട് പോവുക. ആഡ് ഗ്രൂപ്പിൽ വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡേറ്റയൊന്നുമില്ല. ഇവിടെ നമുക്ക് ടാർഗറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ടാർഗറ്റിങ്ങിൽ ആക്ച്വലി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബിഡ് റേറ്റ് കൂടുതലാണ്. 14, 12, 16 ഒരു നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ബിഡ് റേറ്റ് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു കാറ്റഗറി ആയതുകൊണ്ടാണ് ഇത്രയും ബിഡ് റേറ്റ് ഒക്കെ കാണിക്കുന്നത്. സാധാരണ ഇത്രയൊന്നും വരാൻ ചാൻസ് ഇല്ല. കോമ്പറ്റീഷൻ കുറഞ്ഞ കാറ്റഗറിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5 രൂപയ്ക്ക് താഴേക്കേ ആവത്തുള്ളൂ ഒരു ക്ലിക്കിന്. ഞാൻ സെല് ചെയ്ത മിക്ക പ്രൊഡക്റ്റ്സ് നല്ല കോമ്പറ്റീഷനുള്ള പ്രൊഡക്റ്റ്സാണ്. സെയിൽസ് വോളിയം കൂടുതലുള്ള കാറ്റഗറിയിലാണ് ഞാൻ കൂടുതലും വിൽക്കാറ്. അതുകൊണ്ടാണ് ബിഡ് ഇത്രയും കൂടുതൽ വരുന്നത്. നമുക്കിപ്പോൾ 1 രൂപ കൊടുക്കാം. നിങ്ങളുടെ കാറ്റഗറി 1 ആണെങ്കിൽ 1 കൊടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാത്തിലും 1 കൊടുക്കുക. എന്ത് വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കുള്ള എല്ലാത്തിലും 1 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്യാമ്പയിൻ നമ്മൾ എല്ലാത്തിനും ബിഡ് റേറ്റ് 1 കൊടുത്തു. അതായത് നമ്മളിവിടെ ആമസോണിനോട് പറയുകയാണ് ഒരു ക്ലിക്കിന് ഞാൻ 1 രൂപ സ്പെൻഡ് ചെയ്യത്തുള്ളൂ, അതിനപ്പുറം ഞാൻ സ്പെൻഡ് ചെയ്യില്ല എന്നാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ 1 രൂപയ്ക്ക് ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഒരു ക്ലിക്കും കിട്ടുന്നില്ല, ഇംപ്രഷനും ഇല്ല, ക്ലിക്കും ഇല്ല എന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് ബിഡ് അഡ്ജസ്റ്റ് ചെയ്യണം. അതെന്ത് ചെയ്യും, ഞാൻ വീണ്ടും ഇവിടെ 1 രൂപ മാറ്റിയിട്ട് 1.5 പൈസയാക്കി കൂട്ടി കൊടുത്തു കണ്ടോ. അപ്പം ഇവിടെ ബിഡ് എല്ലാം 1.5 ആയി. ഓക്കെ, എന്നിട്ട് ഞാനൊരു 2-3 ദിവസം വെയിറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ക്ലിക്ക് വരുന്നുണ്ടോ, ആരെങ്കിലും ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും ഇംപ്രഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും.
ഇംപ്രഷൻ വീണ്ടും ഇല്ല, ഇംപ്രഷൻ വീണ്ടും 0 ആണെന്നുണ്ടെങ്കിൽ ഇംപ്രഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇംപ്രഷൻ 0 ആണ്, അല്ലെങ്കിൽ ഒരു 10 താഴെയൊക്കെ ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ബിഡ് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ 2 രൂപ ലെവൽ മാറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മൾ പതിയെ ബിഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇംപ്രഷനും ക്ലിക്കും വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇംപ്രഷനും ക്ലിക്കും അത്യാവശ്യം വരുന്നുണ്ട്. നമ്മുടെ ഡെയിലി ബഡ്ജറ്റ് 100 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ 100 രൂപ ഒരു ദിവസം തീരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരു 2 വീക്സ് വെയിറ്റ് ചെയ്യുക, 2 വീക്സ് അല്ലെങ്കിൽ 1 വീക്ക് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ ആഡ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. അത് വേറെ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ആഡ് എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് ആ ഒരു ക്യാമ്പയിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.